ഹേ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ് വ്ളോഗ് ഗേസ്. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്ന വെച്ചാൽ ഗേസ് പളനിയൊക്കെയാണ് തമിഴ്നാട്ടിലെ ഫേമസ് അമ്പലം കഴിക്കുകയാണ് ഗേസ് പളനി. നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോകാണ്. അവിടെ നേർച്ചയും കഴിക്കുന്നുണ്ട്, നമ്മളെ മുടി അടിക്കുന്നത്. അപ്പം അതിനായിട്ട് പോകുന്നതാണ്. അപ്പം ഞാനുണ്ട്, അമ്മയുണ്ട്, അനിയത്തിയുണ്ട്, പിന്നെ അപ്പുറത്തുള്ള രണ്ടാളും കൂടി ഉണ്ട് ഗേസ്. നമ്മൾ അങ്ങോട്ടേക്ക് ബസ്സിലാണ് പോകുന്നത്. എന്തായാലും ഗേസ് പോകുന്ന വഴിക്കില്ലേ കുറേ വിശേഷങ്ങളായിട്ടൊരു ബ്ലോഗ് എടുക്കാൻ വെച്ച്. അപ്പോൾ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് എന്തായാലും റെഡിയാണ് ഗേസ്. ഡ്രസ്സൊക്കെ മാറ്റി റെഡി ആയിട്ട് കാണാം. പോയി അപ്പോൾ ഗേസ് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ പോവാണ്. അപ്പോൾ 2 ദിവസം ഉണ്ടാവില്ല നമ്മളിടാം. ഓക്കെ ഗേസ്, നമ്മളിതാ നമ്മളെ ചോട്ടിൻ്റെ പക്കത്തൊന്നും എടുത്ത് പോവാം. നമുക്ക് വാലെണ്ണോ 2 ദിവസമാണ് ട്രിപ്പ്. നാളെ ആയിരിക്കും. ഇന്ന് വിട്ടിട്ട് നാളെ പുറത്തേക്ക് അവിടെ എത്തുക. നാളെ പോയിട്ട് മുടി കുറിക്കണം. നാളെ നേർച്ചയാണ് ഗേസ്. അതുകൊണ്ട് ട്രിപ്പൊന്നും അല്ലല്ലോ, ട്രിപ്പിനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് വേഗം ഇങ്ങോട്ട് തന്നെ വരും. മുടി കുറിച്ച് അന്ന് ദിവസം തന്നെ വൈകുന്നേരം ഇങ്ങോട്ട് വരണ പ്ലാന്. കേട്ടോ പക്കറോ ഗൈസ്. ഇവൻ പ്രസവിച്ച വീട്ടിൽ നമ്മളായിട്ട് പോയ ചാനലുണ്ട്, വേണ്ടായിരിക്കും ലിങ്ക് ഗൈസ് അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെമ്മറീസ് ചാനൽ വേണ്ടിയിട്ടുണ്ടാവും. ചോട്ടോ. അപ്പോൾ 2 ദിവസം നമ്മൾ പോക്കാ ചോത്തു കടിക്കല്ല ചോട്ടു ഓട്ടെ പക്കറോ. ഇവനാ ഗൈസ് പക്കറു മേലെ മൂത്തോ ചെറുത് ചോട്ടു. എൻ്റെ കൈ വരാ. 2 ദിവസം കഴിഞ്ഞിട്ട് കാണാം. ബൈ. ഓക്കെ ചോട്ട് ഞാൻ വരുന്ന 2 ദിവസം നിൽക്കണം. അച്ഛന് പേടിയില്ല. അച്ഛൻ്റെ അടുത്തൊക്കെ താഴോട്ട് പോയിട്ടുണ്ട്, കടയിലായിട്ട് പോയിട്ടുണ്ട് ഗേസ്. ഓക്കെ നമുക്കെന്താ ഗേസ് ഇപ്പം വിടും. ബാഗ് വാങ്ങി എടുക്കണം ഗേസ്. ബാഗ് ഇതാ അവിടെ വെച്ചിട്ടുണ്ട്. ബാഗ് വാങ്ങി എടുത്ത് വേണം കയ്യെടുത്ത്. എന്താ ഗേസ് ആദ്യമായിട്ടാണ് ഞാൻ കേരളം വിട്ട് പോകുന്നത്. ലോങ് ട്രിപ്പ്. അപ്പോൾ എന്തായാലും വീട്ടിൽ കേസ് ഇപ്പം കുറച്ച് അങ്ങ് ഓക്കെ കേസ്. അപ്പോൾ നമ്മൾ പോക്കാണ്. ബാഗും കഴിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പോട്ട് കേസ് ഓട്ടോ വിളിച്ചിട്ടുണ്ട്. ഓട്ടോ ഇവിടുന്ന് ടൗണിലേക്ക് പോകണം. അവിടെ നിന്ന് ബസ് കയറി പോകണം. നമുക്ക് എന്തായാലും ബസ്സിലെത്തിക്കാം. അപ്പം കേസ് നമ്മൾ കണ്ണൂർ എത്തിയിട്ടുണ്ട്. ഓക്കെ ഇനി ഇവിടുന്ന് വേറെ വണ്ടി കയറി വേണം അടുത്ത സ്ഥലത്തേക്ക് പോകാം. നമുക്ക് എന്താ അങ്ങ് എത്തിയിട്ട് കാണാം. കേസ് ഞാൻ ഇൻട്രോവേർട്ട് ആയതുകൊണ്ടൊന്നുമില്ല കേസ്. ഇവിടെ ഫുള്ള് ക്രൗഡിലുണ്ട്. എനിക്ക് ടോർച്ച് വേണം. അവിടെ ക്രൗഡിലാണ് കേസ്. എനിക്ക് ബ്ലോഗ് എടുക്കാൻ കുറച്ച് മടി. ഞാൻ വേണമെങ്കിൽ കണ്ണൂർ ടൗണിൽ എത്തി കേസ്. ഇവിടെ നിന്ന് പാലക്കാട് ബസ്സിലോ മധുര ബസ്സിലോ വേണം പോകാൻ. അപ്പം ബസ് വന്നില്ല കേസ്. ബസ് 6 മണിക്ക് വരിക. നമ്മൾ വെയിറ്റ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ കണ്ണൂർ ടൗൺ എങ്ങനെ ചുറ്റിക്ക് ഇറങ്ങുന്നുണ്ട്. ബസ് വരുന്ന വെയിറ്റ് ചെയ്യണം കേസ്. ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും ബ്ലോഗ് എടുക്കാനാവില്ല. നമ്മൾ ശ്രമിക്കാം. KSRTC സ്വിഫ്റ്റ് കഴിക്കാൻ നമ്മുടെ ബസ് കയറ്റിട്ടുണ്ട്. ഓക്കെ ഇനി എടുക്കേണ്ടിക്ക് കുറച്ച് ടൈം എടുക്കും. ഇപ്പോൾ ലേറ്റ് ആയിട്ടാണ് ബസ് വന്നത്. ഇപ്പോൾ എടുക്കാറില്ല, നമുക്ക് വെയിറ്റ് ചെയ്യണം. ഓക്കെ നമ്മളെ KSRTC സ്വിഫ്റ്റിലാണ് കയറ്റിയിരിക്കുന്നത്. ബസ്സിൻ്റെ ഉള്ളിൽ ആളൊന്നും കയറ്റിയില്ല കേസ്. ഇന്നും കുറേ ആൾ വരാണ്ട് തോന്നുന്നു. ഓക്കെ ബസ് എടുത്തിട്ട് കാണാം കേസ്. എന്തായാലും നല്ല ഉറക്കം വരുന്നുണ്ട്, ഉറങ്ങണം. ഓക്കെ ഇപ്പോൾ ടൈം കേസ് 10:30 ആയിട്ടുണ്ട്. നമ്മൾ പൊറോട്ടയും പിന്നെ കുറുമ കറിയും ഓർഡർ ചെയ്ത് കേസ്. ഇപ്പം ബസ് എടുക്കും. നമുക്കൊന്ന് ബസ് എടുക്കും. ഇപ്പം കേസ് സമയം ഏതാണ്ട് 10:45 ആയിട്ടുണ്ട്. നമ്മൾ ഫുഡ് ഞാൻ കഴിച്ചു. നേരെ വണ്ടിക്കേക്ക് പോക്കാണ്. ഫുഡ് കേസ് കാണിച്ചില്ല, അത് ഞങ്ങൾക്ക് കഴിച്ച്. അല്ലേ കേസ് നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പളനിക്ക് റൂം തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഓട്ടോ കയറിയിട്ട് നമ്മൾ പളനിക്ക് ബസ് 4 മണിക്ക് ഇനി അവിടെ നിന്ന് ഓട്ടോയിൽ കേസ് റൂം തപ്പി നമ്മൾ നടക്കുവാണ് കേസ്. ഇവിടെയൊക്കെ ഫുൾ റൂംസാണ് ഇല്ല. ഇവിടെയൊക്കെ തമിഴ്നാട് വേറെ തന്നെ ഒരു വൈബാണ് കേസ്. റൂം എവിടെയും കിട്ടാനില്ല. ഇവിടുന്ന് ഫ്രഷപ്പ് ആയിട്ട് രാവിലെ നേരെ പളനിക്കേക്ക് പോകണം. 5 മണിയാകുമ്പോൾ പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാൻ ഫ്രഷപ്പ് ആവണം. ഇവിടുന്ന് റൂം കിട്ടുമോ നോക്കട്ടെ കേസ്. ഇവിടെ ഫുള്ള് കത്തി വരെയാണ്. നമുക്ക് നോക്കട്ടെ കിട്ടിയെങ്കിൽ ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് ഇനി തൊട്ട് കേസ് ഇത്ര തന്നെ ഇറക്കി. ഇത്ര ഇൻട്രോവേർട്ടിനെ പോലെ ഞാൻ വീഡിയോ ഇട്ടേ. എനിക്ക് കേസ് മലയാളികളായതുകൊണ്ട് മതി. ഇനി ഞാൻ നോക്കിയിട്ട് കേസ് കിടിലം പോലെ വീഡിയോ ഇടാൻ നോക്കാം. എനിക്ക് കേസ് മുട്ടയടിക്കണം. ഞാൻ നേരത്തെ നമ്മളെ ഓട്ടോ ഡ്രൈവറിനെ മുട്ടാൻ വിളിച്ച് ഇങ്ങനെ
ഈ മുട്ടേനാണ് കളിക്കുന്നത് കേസ്. നാളെ തൊട്ട് ഞാനും മുട്ടയല്ലേ മറന്നുപോയി. എന്താ റൂം കിട്ടുമോ നോക്കട്ടെ, ഞങ്ങൾക്ക് എന്താ അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ എല്ലാം തീ എല്ലാടാ റൂമിന്. നമ്മൾക്ക് 4-3 റൂം നോക്കി, അവിടെയൊക്കെ ഫുള്ളാണ്. ഇനി ഇവിടെ ആവോ നോക്കട്ടെ വലിയൊക്കെ. പള്ളിനെക്കാട്ടും കുറേ സ്റ്റെപ്പ് കയറ്റാണ് ജസ്റ്റ് റൂമിലേക്ക് പോയത്. എത്ര സ്റ്റെപ്പ് കേസ്, സ്റ്റെപ്പ് കയറുന്നൊക്കെ ഒന്ന് പണിയാവും. റൂമിൻ്റെ നമുക്ക് റിവ്യൂ അറിയാം. ഇതിനായിട്ടാണ് കേസ് റൂമ്. നമ്മൾ ഫ്രഷപ്പ് ആവാൻ വേണ്ടി മാത്രമാണ് എടുത്ത്. ഞാൻ ഫ്രഷപ്പ് ആയിട്ട് എൻ്റെ പഴഞ്ഞിക്കേക്ക് കേസ് നമ്മൾ ഫ്രഷ് ആയിട്ടുണ്ട്. ഡ്രസ്സൊക്കെ മാറി ഇന്ന് എൻ്റെ പഴഞ്ഞിക്കേക്ക് പോകണം കേസ്. ചായയും കുടിക്കണം. ആ വഴി മുടി മുട്ടി അടിച്ചിട്ടാണ്. ചിലപ്പം കേസ് 1100 സ്റ്റെപ്പായിട്ടുണ്ട്. അത് നമ്മൾ കയറാൻ പോലും. അവിടെ നിന്ന് ഡയറക്റ്റ് സാധനം ഉണ്ട് കേസ്, അതിനകത്ത് ഇട്ടിരിക്കാം. കാരണം എനിക്കിത് കാണാം കേസ്, പേടിയാണ്. നോക്കണം ഓരോ ഗെയിം, ഹൊറർ ഗെയിം ആയുണ്ട് കേസ്. ഇങ്ങനത്തെ ഓരോ ഗെയിംസ് ഉണ്ടല്ലേ, ഇങ്ങനത്തെ ഇവിടെ നിന്നൊക്കെ ഗോസ്റ്റൊക്കെ വരുന്നത് അതേപോലെ ഉണ്ട്. അല്ല നമ്മുടെ റൂം ഏതാണ് കേസ് ഇവിടുന്ന്. അയ്യോ നമ്പർ എനിക്കറിയില്ല, ഞാൻ പലത് കണ്ടുപിടിക്കട്ടെ കേസ്. എത്തിട്ടാമോ അപ്പം കേസ് നമ്മളിതാ അമ്പലം. അപ്പം കേസ് ഇതാണ് അമ്പലത്തിനടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാ പഴനി അമ്പലം. ഇനി സ്റ്റെപ്പും കയറി അതിൻ്റെ മേലെത്തണം. രാവിലെ 5 മണി ആയിട്ടുണ്ട് കേസ്. എന്നാലും ഇവിടെ ആൾക്കാരുണ്ട് കുറേ. അതിന് മുട്ട അടിക്കേണ്ട പരിപാടി നോക്കണം. എന്നിട്ട് ഇവിടെ അമ്പലത്തിലേക്ക് പോയി നമുക്ക് നേരെ അങ്ങോട്ട് നടക്കാം. ഇതേപോലെ ഉണ്ടാവും കേസിനെ. മുടി മുട്ടയടിക്കാൻ വേണ്ടി പോവാണ്, മുട്ടയടിക്കുന്ന സ്ഥലത്തേക്ക്. മുട്ടയടിച്ച് കഴിഞ്ഞ് ചന്ദനോ തലയെ തേച്ച് കേസ് നമ്മളെ ഇവിടുന്ന് പ്രസാദം വാങ്ങുകയാണ്. ഇത് അവിടെ കൊടുക്കാനും വേണം കേസ്. പിന്നെ പാലഭിഷേകം അങ്ങനെ എന്തൊക്കെയുണ്ട്, നമുക്ക് എന്തായാലും അതൊക്കെ ചെയ്യാം. അപ്പം കേസ് നമ്മളെന്തെല്ലാം വൈബാണ് തമിഴ്നാട്. പാലഭിഷേകം എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് നമ്മളെ ഇങ്ങനത്തെ ഒരു കുടം നിന്ന് കേസ്. അതിൻ്റെ ഉള്ളിൽ ഫുള്ള് പാലിനെക്കാട്ടും കൂടുതൽ വെള്ളമാണ്. വെറും ഉടായ്പാണ് ഇവിടെ. രാവിലെ 7:15 പോയാലാണ് ഇപ്പം എനിക്ക് വന്നേ. ഇപ്പം സമയം കേസ് 10:14 എന്താ കേസ് വെയിലൊക്കെ വന്നേ. അത് മാത്രമല്ല കേസ് അതിൻ്റെ ഉള്ളിൽ ഫോൺ അലൗഡ് അല്ലേ, അതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഫുള്ള് കുരങ്ങ് മയില് എല്ലാം ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ റൂമിൽ പോയിട്ട് കേസ് ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റി വേണം കേസ് ഒന്ന് ഫുഡ് കഴിക്കാൻ. അപ്പം കേസ് തിരിച്ച് റൂം ഇതാണ്. നമ്മൾ ലോഡ്ജ് കേസ് ഇവിടത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്താ കേസ് ഫുഡ് കഴിക്കുമ്പോൾ കാണാം. അപ്പം കേസ് ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഫുഡ് കഴിച്ച സെറ്റ് ഫുഡ് കഴിക്കായിരുന്നു, പക്ഷേ പൈസ കണ്ടായിരുന്നു സ്കൂളിൽ പോയി. നമ്മളിപ്പം കേസ് ബസ് നോക്കലാണ്. ചിലപ്പം ബസ് പോയാലും ട്രെയിനിൽ പോകും. ബസ് സ്റ്റാൻഡ് കേസ് നമ്മളെന്നാൽ ലോഡ്ജിന് തൊട്ടിപ്പറാണ് കേസ് പളനി അമ്പലം. ഇതൊക്കെ തൊട്ടിപ്പുറം തന്നെയാണ്. അപ്പം കേസ് നമ്മൾ ഫുഡ് ബസ്സിൽ തന്നെ കേസ് പോകുന്നത്. ട്രെയിനിൽ പോകുന്ന റിസ്ക്കാണ്. ഒന്നാമതെന്ന് വെച്ചാൽ നമ്മൾ കേസ് പാലക്കാട് ഇറങ്ങിയിട്ട് അവിടുന്ന് പാലക്കാട് വരെ ബസ് പോയിട്ട് അവിടുന്ന് വേറെ ട്രെയിൻ പിടിച്ചിട്ട് കേസ് കണ്ണൂരേക്ക് പോകണം. അത് റിസ്ക്കാണ് കേസ്. കാരണം പാലക്കാട് ട്രെയിൻ ഉണ്ടോ ഉറപ്പാ നമുക്കറിയില്ല. നമ്മൾ ബുക്കിംഗ് ആയാലും നോക്കി കേസ് ഒന്നും തിരിയുന്നില്ല. അവിടെ റിസ്ക്കാണ്. അതുകൊണ്ട് നമ്മൾ പോകുന്നത് വെച്ചാൽ ബസ്സിലാണ്. ഡയറക്റ്റ് കണ്ണൂരേക്ക് ബസ് ഉണ്ട്. തമിഴ്നാട് പളനി ടു കണ്ണൂർ കേസ്. നമ്മൾ അതിൻ്റെ അകത്ത് പോകാനാണ് വിചാരിച്ചിരിക്കുന്നത്. രാത്രി 7 മണിക്ക് കഴിക്കാണ് ബസ് കേസ്. ഇപ്പോഴേ ഉറങ്ങി തീർത്ത്. കുറച്ച് സമയം ഉറങ്ങി, കുറച്ച് സമയം ഇവിടെ ഉറങ്ങണം കേസ്. അതിന് സമയം കുറേ ഉണ്ട്. ഇപ്പോൾ 2 മണി ആയിട്ടില്ല. ചോറ് നിന്ന് ആവില്ല കേസ്. മസാല ദോശയൊക്കെ തിന്നുകൊണ്ട് ഇനിയും വയറിൽ സ്പേസ് ഇല്ല വയറിൽ. പിന്നെ കേസ് നമ്മൾ നടന്നിട്ട് തന്നെയാണ് പളഞ്ഞ മല കയറിയേ. ഫുള്ള് നടന്ന് കേസ്. ആ കയ്യിലൊരു കുടമുണ്ട്, അതും പിടിച്ചിട്ട് നടന്നത്. അതിൻ്റെ പാലാഭിഷേകം ചെയ്യേണ്ട പാലായനും ഫുൾ കേസ്. തൊട്ടേനും പിടിച്ചതിനൊക്കെ പൈസയാണ് അമ്പലത്തിൽ. അതാണ് എനിക്ക് ചെയ്യാത്തത്. എല്ലാത്തിനും പൈസ കേസ്. ഒരു പ്രസാദം വേണ്ടി അതിൻ്റെ പൈസ അതെല്ലാം വന്നാൽ നമ്മൾ അതൊക്കെ എന്നാൽ ഇവിടെ എല്ലാത്തിനും പൈസ അധികമാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ട്രിപ്പ് വൈബ് തന്നെ. മുട്ടയടിച്ച് സെറ്റായില്ലേ കേസ്. എന്തായാലും ഇനി 7 മണിക്കാണ് വണ്ടി. നമ്മൾ 5 മണിക്ക് കയറുന്ന വിടും ലോഡ്ജിന്.
എൻ്റെ കുറച്ചെന്നെ ഈ പളഞ്ഞി ഭാഗമൊക്കെ ഒന്ന് കറങ്ങി മെല്ലെ മെല്ലെ ബസ് കയറും എൻ്റെ വീടും. ബസ് പോകുന്ന പ്രശ്നമുണ്ട് കേസ്. ഒന്നാമത് എൻ്റെ ഉറക്കം ശരിയാവില്ല. അത് മാത്രമല്ല പിന്നെ കേസ് ആടെ എവിടെയെങ്കിലും നിർത്തിയിട്ട് അടുത്ത് ഫുഡും കൊണ്ടുണ്ടാവില്ല. നമ്മളിപ്പോൾ കേസ് പളനിയപ്പനോട് ബായ് ബായ് പറഞ്ഞിട്ട് കേസ് നമ്മൾ അവിടെ നിന്ന് വിട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കേസ് പളനി ബസ് സ്റ്റാൻഡിലാണില്ലേ. ഇവിടെ ഇവിടെ നമുക്ക് പളനി അമ്പലം കാണാൻ പറ്റും കേസ്. അതവിടെ കണ്ടോ കേസ്, ഇവിടെ നിന്ന് കാണാൻ പറ്റും. നേരെ കേസ് ഒരു ചായ അടിച്ചിട്ട് ബസ് കയറണം. ബസ് 7:45 കേസ്. ഓക്കെ, നമുക്കെന്നാൽ വെയിറ്റ് ചെയ്യാം ബസ് വരുന്നവരെ. ഇത് സെറ്റാണ് ഐറ്റാണ് ഗൈസ്. നമ്മുടെ കക്കിരിക്കൽ ഉപ്പുമുളക് വിട്ട് വരുന്നതാണ്. സെറ്റ് സാധനമാണ് കഴിക്കുക. ചെയ്യാം. കക്കിരിക്കായി ചെയ്യാനാണ് ഗൈസ്. നേരത്തെ ചോക്കോബാർ വാങ്ങിയിട്ടുണ്ട്, ഇതും കൂടി കഴിക്കട്ടെ. നല്ല മഴക്കാറുണ്ട് ഗൈസ്. എന്തായാലും ഒന്ന് മഴ പെയ്യാൻ കോളുണ്ട്. നോക്കിയാ എൻ്റെ പൊന്നെ, മഴയിന് മുമ്പ് ഗൈസ് ബസ് കിട്ടിയ സെറ്റ് ചെയ്യുന്നു. അവസാനം കാറ്റ് കേസ് കണ്ണിലായി പൊടി ഫുള്ള്. ഉള്ളൂ മണല എന്നാൽ പൊടിയാണ് കേസ് ഫുള്ള് പാറുന്നത്. മിക്കവാറും കേസ് മഴ പെയ്യും. ഇപ്പം കേസ് ആണ് ബസ് ലേറ്റായിട്ടേനും വന്നില്ല. ബസ് ഇടാം എൻ്റെ കേസ്. ഇപ്പോൾ ഒരു ഹോട്ടലിൽ നിർത്തി നമ്മൾ കുറച്ച് ദൂരം വന്ന് കേസ്. ഇനി ഫുഡ് കഴിക്കണം. അപ്പോൾ നമുക്ക് എന്നാ ഫുഡ് കഴിക്കാൻ നോക്കട്ടെ കേസ്. എന്തെങ്കിലും കഴിച്ചിട്ട് തരാം. അപ്പം കേസ് ഫുഡ് ഞാൻ കഴിച്ചിട്ടുണ്ട്. ഫുഡ് എന്ന് വെച്ചാൽ കേസ് ഞാൻ കഴിച്ച ഏറ്റവും വേസ്റ്റ് ഫുഡ് കഴിക്കുകയാണ്. ആടായി ഒരു ഗുണമില്ല കേസ് ഫുഡ്. കാര്യം പറയാം കിട്ട കേസ്. എന്നാടേ കുരുത്താ കുരക്ക് കേസ് നോക്കിയിട്ട് ഊത്താണ്ട് പോയടെ. ഊട്ടാണ്ട് എവിടെയും കൂട്ടൂട്ടടാ. നടിപ്പിട്ടിട്ടുണ്ടെന്നു പഠിക്കുന്ന എന്താ ഫയൽ കേസ്. അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ താഴ്ചയിലൊക്കെ ഇറങ്ങിയിട്ട് കേസ്. ആറിന് ബസ് പിടിച്ചിട്ട് മറ്റൊന്നൊരു പോയി ഇറങ്ങി. ആറിന് ഓട്ടോയിലെ കേസ് ഇങ്ങോട്ട് വന്നേ. എൻ്റെ പൊന്നെ കേസ് കുറേ പറയാനുണ്ട് ട്രിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. തമിഴ്നാട് വെച്ചാൽ കേസ് എന്താണ് എന്തുകൂടെ നാടാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേസ്. കാര്യം പറയാലോ കുടിച്ച് പൂസായിട്ട് കേസ്. രാത്രി 6 മണി സന്ധ്യ സമയത്താകുമ്പോൾ തന്നെ ആളെ അരിക്കണം കിടക്കും. പോലീസുകാരനെ അടിച്ച് വായിക്കുന്നു. നമ്മൾ കേരളത്തിൽ എതിരാണ്ടില്ല ഇങ്ങനെ കിടക്കുന്നുണ്ട് കേസ്. പക്ഷെ കുടിച്ചൊന്നുമല്ല. പാവപ്പെട്ട രംഗത്തൊക്കെ ഇത് കുടിച്ച് പൂസായിട്ട് കേസ് മൂത്രമൊക്കെ കഴിച്ച് വെച്ചാൽ അവിടെ. പിന്നെ ടൗൺ ഏരിയകളിൽ മൂത്രം വെച്ച് വെക്കുക ഫുള്ള് കേസ്. ബസ് സ്റ്റാൻഡൊക്കെ എന്തെല്ലാം കച്ചവടമാണ് കേസ് അവിടെ കാണും കേസ്. ഇപ്പോൾ ഛർദ്ദിക്കാൻ വേണ്ടി എന്തെല്ലാം പറയാറില്ല. ഞാൻ എന്നാൽ പറ്റുന്ന നമുക്ക് കിടന്ന് ഉറങ്ങിട്ട് കേസ്. അപ്പം ഇന്നത്തെ ചെറിയ വീഡിയോ കേസ്. പളനി വ്ളോഗ് ഇത്രയില്ല. അപ്പം നമുക്ക് അടുത്തൊരു കിടക്കാച്ച വീഡിയോ ബൈ ബൈ. സി യു. ടാറ്റാ.